40 വർഷം അദ്ദേഹം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇബാദത്ത് ചെയ്ത് പടച്ചവൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ പടച്ചവൻ പറഞ്ഞു, ഈ എൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അതിൽ മൂപ്പര് പറഞ്ഞു, വേണ്ട പടച്ചവനെ, ഞാൻ നിനക്ക് 40 വർഷം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ആ ഇബാദത്ത് ചെയ്തതുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പടച്ചവനെ തുലാസിൽ തൂക്കി നോക്കുകയാണ്. ഒരു ഭാഗത്ത് അയാൾ 40 വർഷം ചെയ്തിട്ടുള്ള ഇബാദത്ത് വെച്ചിട്ടുണ്ട്, മറുഭാഗത്ത് പടച്ചവൻ അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള റഹ്മത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും അവിടെ ഭാരം കൂടിയിട്ടുള്ളത് അള്ളാഹിൻ്റെ റഹ്മത്തിനായിരുന്നു. കാരണം അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള റഹ്മത്ത് അത്രയും വലുതാണ്. ആ പടച്ചവൻ്റെ റഹ്മത്ത് കാരുണ്യമില്ലെങ്കിൽ നമ്മളൊന്നും മുന്നോട്ട് പോവില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണെങ്കിൽ നമ്മൾ ഇത്രയും തെറ്റുകൾ ചെയ്ത് ജീവിച്ചിട്ടും നമുക്കിവിടെ ജീവിക്കാൻ പടച്ചവൻ അനുവദിക്കുന്നുണ്ടല്ലോ, അല്ലേ? അതൊക്കെ അള്ളാഹിൻ്റെ ഒരു അപാരമായ റഹ്മത്താണ്, പടച്ചവൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള ഈ ഒരു 10 ദിവസം അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ 10 ദിവസങ്ങളാണ്. ഈ ഒരു 10 ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിയവരുടെ കൂട്ടത്തിൽ പെടണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ.